ആ തണുപ്പ് രണ്ട് ശരീരങ്ങളെ ഒന്നാക്കുവാൻ വേണ്ടി ചൂട് പിടിപ്പിച്ചു. അവൻ അവളെ ആ രാത്രിയുടെ യാമത്തിൽ അവിടെ വെച്ച് തന്നെ ചുംബിച്ചുണർത്തി. അതും ദീർഘമായി. അവളുമായി അവൻ അവിടെ നിലത്തേക്ക് ഊർന്നു വീണു. ഒപ്പം അവളിലേക്ക് പടർന്നു കയറി. വീണ്ടും അവളിലെ ഉറച്ച താഴ്ചകൾ കൊണ്ടുള്ള വേദനയുള്ള സുഖം അവളിലേക്ക് പകർന്നു നൽകാൻ അവനിലധികം താമസം പോലും വേണ്ടി വന്നില്ല. അവളിലെ അവൻ നൽകുന്ന ഓരോ സുഖമുള്ള നോവിലും നാവിൽ നിന്നും ശിൽക്കാര ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അതിനൊപ്പം അവളിലേക്ക് വീണ്ടും പടർന്നു കയറിയുള്ള ആവേശം കൂടി. ആ യാമത്തിൽ അവർ ഇരുവരുടെ പ്രണയകാവ്യം അവിടെ മൊത്തം അലയടിച്ചു. കുഞ്ഞെ പ്രസവിച്ച് വേണ്ടെന്ന് പറഞ്ഞു ഉപേക്ഷിച്ചു പോയവൾ ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ വേണ്ടെന്ന് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? കാശി കോടതി റൂമിൽ നിന്നും ജഡ്ജിയെ നോക്കി പറയുമ്പോൾ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ഞാനത് നിഷേധിക്കുന്നില്ല, തെറ്റ് തന്നെയാണ്. ആ കുഞ്ഞിനോട് ഒരമ്മയോട് ചെയ്യാൻ പാടില്ലാത്ത മഹാപാപമാണ് ഞാൻ ചെയ്തത്. അതിനെന്ത് ശിക്ഷ തന്നെ കോടതി തന്നാലും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. പക്ഷെ ഈ ഭൂമിയിൽ എത്ര നാൾ ഞാൻ ഉണ്ടാവുമെന്നറിയില്ല. അതുപോലൊരു മാരക രോഗത്തിന് അടിമയാണ് ഞാനിന്ന്. ചിലപ്പോൾ എൻ്റെ മോളോട് ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാകാം. അത്രയും പറഞ്ഞ് അവൾ അവൾക്ക് വേണ്ടി ഹാജരായ വക്കീൽ വർമ്മയെ നോക്കി. എൻ്റെ കക്ഷിയായ ഈ നിൽക്കുന്ന വൈഗ ബ്ലഡ് ക്യാൻസർ എന്ന മാരക രോഗത്തിന് അടിമയാണ്. ഏറിയാൽ 6 മന്ത്. അതാ ഡോക്ടർ ഇവൾക്ക് വിധി എഴുതിയിരിക്കുന്നത്. തൻ്റെ മരണം തന്നെ കാർന്നു കൊണ്ടുപോകും മുമ്പ് തൻ്റെ കുഞ്ഞിനെ അവളുടെ അച്ഛനിൽ നിന്ന് തട്ടിയെടുക്കാതെ ആ വീട്ടിൽ നിന്നുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ കാണാനും ലാളിക്കാനുള്ള അവകാശം മാത്രമാണ് ചോദിക്കുന്നത്. അവളെ ഒരു സ്ത്രീ എന്നതിൽ ഉപരി അമ്മയായി കണ്ട് അവളുടെ അവസാന ആഗ്രഹമായ ഇത് നടത്തി കൊടുക്കണമെന്ന് ഞാൻ കോടതിയോട് താഴ്മയെ അപേക്ഷിക്കുന്നു. ഒപ്പം വൈകിയെ കാണിക്കുന്ന ഡോക്ടർ അവളുടെ രോഗത്തെപ്പറ്റി എഴുതിയ റിപ്പോർട്ടർ അതും ഇതിനൊപ്പം ഞാൻ കോടതി മുൻപായി ഹാജരാക്കുന്നു. പെട്ടെന്ന് തന്നെ സത്യജിത്ത് എഴുന്നേറ്റ് വാദിക്കാൻ തുടങ്ങിയവേ അതിനെ അനുവദിക്കാതെ ജഡ്ജി അവന്റെ വാദം തള്ളി നിഷേധിച്ചു. അതിൽ നിന്ന് തന്നെ ഇതവർ തയ്യാറാക്കിയ വലിയൊരു ചതിയെന്ന് മനസ്സിലായി. തന്നെ നോക്കി വിജയഭാവത്തിൽ ചിരിക്കുന്ന വൈകിയെ കാങ്കി കാശിയിൽ ദേഷ്യം വീണ്ടും നുരഞ്ഞു പൊന്തി. ജഡ്ജി രാവണ്ട ആളായതുകൊണ്ട് തന്നെ വൈകിക്ക് ഫേവറാണ് വിധി നിർണയിച്ചത്. കുഞ്ഞിയെ കാണാനും തൻ്റെ മകൾ താമസിക്കുന്നിടത്ത് തന്നെ താമസിക്കാനും ഒരു അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായി കണക്കിലെടുത്തുകൊണ്ട് കോടതി ഉത്തരവിടുന്നു. കാശി ദേഷ്യത്തിൽ കോടതി റൂമിൽ നിന്നും പുറത്തേക്ക് പാഞ്ഞതും അവന്റെ പിന്നാലെ തന്നെ അലനും കാർത്തിയും സച്ചിയും വന്നു. പാറു കേട്ട വാർത്തയുടെ നടക്കത്തിൽ കുഞ്ഞെ തന്നെ നെഞ്ചോരം ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു പോയിരുന്നു. കാശി ദേഷ്യത്തിൽ പുറത്തു വന്നതും അവരും അവനൊപ്പം വന്നു നിന്നു. ഈ സമയം ജിത്തും അവിടേക്ക് വന്നു. ജിത്ത്, ഇനി ഒന്നും ചെയ്യാനാവില്ല നമുക്ക്, സച്ചി ചോദിച്ചു. ഇതവരുടെ ചതിയാണ്, നമ്മളെല്ലാവർക്കും അറിയാം. ഒപ്പം വിധി നിർണയിക്കേണ്ട കുറച്ച് ദിവസം കിടക്കി വിട്ട് തന്നെ അവർക്ക് വേണ്ടപ്പെട്ട ആളെ ജഡ്ജിയെ നിയമിക്കുക. ഇതിനെല്ലാം പിന്നിൽ കുഞ്ഞിലൂടെ കാശിയാണ് അവരുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിക്കൂടെ? കാശി, നീ എന്തൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? അവൾ ആ വൈകിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനുള്ള തീരുമാനം അലൻ ചോദിച്ചു. ഇത് കോടതി വിധിയാണ് അലൻ. ഇവിടെ കാശിയുടെ തീരുമാനത്തിൽ പ്രസക്തിയില്ല. അഥവാ ഇത് നിഷേധിച്ചാൽ കുഞ്ഞെയാവും നമുക്ക് നഷ്ടമാകാൻ പോകുന്നത്. അവൾ വരട്ടെ. അവൾ ഇന്ന് വരെ കണ്ടിട്ടും അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാശിയെ ഇനി അറിയാൻ പോകുന്നത്. അതാണ് കാശി, നീ ഇപ്പം പറഞ്ഞില്ലേ, അത് തന്നെ വേണം. അവളോടൊക്കെ ഒരു ന്യായമേ പറ്റൂ. അവൾ സ്വയം അവിടേക്ക് നിന്റെ പതർച്ച വരുന്നത്. പക്ഷെ അവൾ അവിടെ നിരക്കിപ്പിക്കണം. സ്വയം അവളായി തന്നെ മടുത്തു പോണം. അതാണ് വേണ്ടത്, ജിത്ത് പറഞ്ഞു. കാശി, നിനക്കപ്പോൾ എന്തിനും ഞങ്ങൾ ഉണ്ടാവും. അതിനു മുന്നേ അവളുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? അത് അവളായി തന്നെ പറയിപ്പിക്കും ഞാൻ. കാശി ദേഷ്യത്തിൽ മുരണ്ടു. കുഞ്ഞിയെയും പാലുവിനെയും ജിനിയെയുമായി കാറിൽ കയറ്റി വീട്ടിലേക്ക് വിട്ടു. അവർ പിന്നാലെ വന്നോളൂ എന്ന് പറഞ്ഞു. കുഞ്ഞിയെ കൊണ്ട് പാറു ജനിക്കൊപ്പം വരുമ്പോൾ മുന്നിൽ എല്ലാവരും ഉണ്ടായിരുന്നു. മോളെ, അവളിനി ഇവിടെയാണോ താമസം? രേണുക ചോദിച്ചു. കോടതി വിധിയെ നമുക്കൊന്നും ചെയ്യാനാവില്ലല്ലോ, ജെനി പറഞ്ഞു. അവൾ ഒരിക്കൽ വീട് മുടിപ്പിക്കാൻ നോക്കിയത് പോരാ, വീണ്ടും അതുപോലെ ഓരോന്നായി വന്ന കൊല്ലും ഞാൻ അവളെ. അമ്മ ടെൻഷനാവാതെ, കാശിയേട്ടനല്ലേ, ഏട്ടനെന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. ഈ സമയം പുറത്ത് കാർ വന്നു നിന്നു. ജെനി നോക്കുമ്പോൾ കാറിൽ നിന്ന് ബാഗുമായി ഇറങ്ങുന്ന വൈഗ എല്ലാ തയ്യാറെടുപ്പാണ് വന്നിരിക്കുന്നത്. ഈ സമയം പാറ കുഞ്ഞിയെ കാവി ഏൽപ്പിച്ചു. നീ കുഞ്ഞിയും കൊണ്ട് മുകളിലേക്ക് പോക്കോ. രോഹിത്, രശ്മി, നിങ്ങളും ചെല്ല്. അവർ മുകളിലേക്ക് പോയത് വൈഗ ബാഗുമായി അകത്ത് വന്നു. ഇവിടെ ആരുമില്ലേ എൻ്റെ ബാഗ് എടുത്ത് റൂമിൽ വയ്ക്കാൻ? കണ്ട ഡാഷ് ബാഗ് കൊണ്ട് വയ്ക്കില്ലടി ഇവിടെ ഉള്ളവരുടെ ജോലി, ജെനി പറഞ്ഞു. ഓ, ഞാൻ അറിഞ്ഞില്ല. കാശിയുടെ വീട് വരുന്നവർക്ക് പോകുന്നവർക്ക് താമസിക്കാനുള്ള അമ്പലമാണെന്ന്. അതുകൊണ്ടാണല്ലോ എവിടെ നിന്നോ വന്നവൾ എനിക്ക് നേരെ കുരയ്ക്കുന്നത്. അപ്പം നീയോ? നിന്നെ ഞാൻ എന്തു പറയണം? ഞാൻ കാശിയുടെ ഭാര്യ, ഒപ്പം കുഞ്ഞിക്ക് ജന്മം നൽകിയവൾ.
ഈ സമയം അവിടെ ചിരി ഉച്ചത്തിൽ പടർന്നു. അത് മറ്റാരുടെയല്ല, പാറുവിൻ്റെ ആയിരുന്നു. നീ എന്താ പറഞ്ഞ്? നീ കാശേട്ടൻ്റെ ഭാര്യയെന്നും കുഞ്ഞിയുടെ അമ്മയെന്നും എന്ന് മുതലെന്ന്? കാശേട്ടനെ സ്നേഹിച്ച് വഞ്ചിച്ച് പലതും തട്ടിയെടുക്കാൻ വന്നതും അവസാനം കുഞ്ഞു ജലിച്ചപ്പോൾ അതിനെ ഉപേക്ഷിച്ച് കണ്ടം പോയി നീ എങ്ങനെ കാശേട്ടൻ്റെ ഭാര്യയാവുക? നീ ഒന്ന് നന്നായി കേട്ടോ, ചെവി തുറന്ന് കേട്ടോ. കാശിനാഥന് ഒരേ ഒരു ഭാര്യയുള്ളൂ. ആദ്യം നിൽക്കുന്ന പാർവതിയാണ്. പാർവതി കാശിനാഥൻ. അത് ഓർത്ത് വേണം ഇനി സംസാരിക്കാൻ. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാലോ, അന്നത്തെ പോലെ അടിച്ച് കാരണം പൊളിക്കും ഞാൻ. നീ ആരെയാടി പേടിപ്പിക്കുന്നേ? അവൻ ആ കാശിയുടെ ബലത്തിലാണോ? നീ കണ്ടതല്ല അവനെ പോലും തോൽപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ കയറി പറ്റിയത്. നീ എന്താ കരുതിയത്? നീ വിചാരിക്കും പോലെ എല്ലാം നടക്കുമെന്നും. ഇതുവരെ നിന്റെ പ്ലാനാവാം. ഇനി അങ്ങോട്ട് കാശിയേട്ടൻ്റെയും. നീ ഇന്ന് വരെ ചെയ്ത ഓരോന്നിനും ഇടവിട്ട് നിന്നെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും. കാണാം. അത്രയും പറഞ്ഞ് ബാഗ് എടുത്ത് മുകളിലേക്ക് പോകാനും പാർവതിയുടെ മുന്നിൽ കയറി നിന്നുകൊണ്ട് തടഞ്ഞു. എങ്ങോട്ടാ? എൻ്റെ മോൾക്കൊപ്പം താമസിപ്പിക്കാനാണ് കോടതി വിധി. അപ്പോൾ ഇന്നു മുതൽ എൻ്റെ താമസം കാശിയുടെ റൂമിലാവും. അതെങ്ങനെ ശരിയാവും? കാശിയുടെ ഭാര്യ ഞാനിവിടെ ജീവനോടെ നിൽക്കുമ്പോൾ എങ്ങനെ ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറും? ഡിം, നീ ഒരുപാട് നികളിക്കല്ലേ. എന്നെ നിനക്കറിയില്ല. നന്നായി അറിയാം. പണം ആര് തന്നാലും അവനൊക്കെ ചെന്ന് പാവിരിച്ച് കൊടുക്കുന്ന വെറും അതാണ് നീ. എടിം, നിന്നെ ഞാൻ. അത്രയും പറഞ്ഞ് പാറുവിൻ്റെ നേരെ കൈ ഉയർത്തിയതും അവൾ അതിലേക്ക് പിടിച്ച് തിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഭരിക്കാൻ വന്ന ഇവിടുന്ന് പോകാൻ നേരം നിന്റെ പല്ലിൻ്റെ എണ്ണം കുറയും. അവൾ പാറുവിനെ ദേഷ്യത്തിൽ നോക്കി. എന്നിട്ട് വീണ്ടും ബാഗ് എടുത്ത് മുന്നോട്ട് പോകാനും വീണ്ടും പാറു തടയാൻ വേണ്ടി ചെല്ലാനും ജെന്നി അവളെ പിടിച്ചു മാറ്റി. ആ സമയം കൊണ്ട് വൈക മുകളിലേക്ക് കയറിപ്പോയി. മോൾ അത്രയും പറഞ്ഞ് നന്നായി. എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. വല്ലതും പറഞ്ഞു അടുത്തതിന് ഞാൻ അവളെ കൊന്നിരിക്കും. രേണുക പറഞ്ഞു. ഇപ്പം മോളോട് അവൾക്ക് നല്ല ദേഷ്യം ഇരട്ടിച്ച് കാണും. അതുകൊണ്ട് സൂക്ഷിക്കണം അവളെ. സ്റ്റെല്ല പറഞ്ഞു. അവൾ എന്ത് ചെയ്യാൻ? എന്നെ ഒന്നും ചെയ്യില്ല. അത്രയും പറഞ്ഞ് ജെനിക്ക് നേരെ തിരിഞ്ഞു. നീ എന്തിനെന്നെ തടഞ്ഞ്? അവളിപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിലാണ് പോയത്. അതിനുവേണ്ടിയാ ഞാൻ നിന്നെ പിടിച്ചു മാറ്റിയേ. നിനക്കെന്താ ജെനി വട്ടുണ്ടോ? കാശിടം വന്ന് കണ്ട് എന്താവെന്നറിയോ? അതിനുവേണ്ടി അവൾക്ക് പോകാൻ ഞാൻ വയ്യൊരുക്കി കൊടുത്തത്. കാശേട്ടൻ വന്നിട്ട് അവൾക്കിട്ട് പൊട്ടിക്കുന്ന ലൈവായിട്ട് കാണാം. അത് കണ്ടാലേ ഇനി ഉറക്കം വരും. അങ്ങനെ നടക്കണമെങ്കിൽ അവൾ ആ റൂമിൽ വേണം. ഈശ്വര, അവസാനം എനിക്കും കിട്ടുമോന്നാ പേടി. അഥവാ നിനക്കേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ തന്നെ കിട്ടിയവൻ തന്നെ അല്ലേ എന്ന് ഓർത്ത് സമാധാനിക്കണം. കാശിമലനും കാർത്തിയും കൂടെ വന്നതും തന്നെ മുന്നിൽ രേണുക സ്റ്റെല്ല ഉണ്ടായിരുന്നു. അവൾ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ആൻറ്റി? അല്ലാതെ ചോദിച്ചതും അവിടെ നടന്നല്ലേ രേണുക അതുപോലെ തന്നെ പറഞ്ഞു നൽകി. അപ്പോൾ രണ്ടും കൽപ്പിച്ചാണല്ലേ കാശി അവളുടെ വരവ്. അത് അവളുടെ തന്നെ നാശാണെന്ന് അറിയാൻ പോകുന്നല്ലേ ഉള്ളൂ. അത്രയും പറഞ്ഞ് അവൻ മുകളിലേക്ക് വേഗത്തിൽ ചെന്നു. ഡോർ തുറന്ന് കാശി ബെഡ്റൂമിൻ്റെ അകത്ത് കയറിയതും കണ്ടു റൂമിലെ ബെഡിൽ ചാരിയിരിക്കുന്നവളെ. വൈകി അവിടെ കണ്ടതും കാശിയുടെ നിയന്ത്രണം മൊത്തം പോയിരുന്നു. അവൻ ഉച്ചത്തിൽ അവിടെ നിന്ന് ദേഷ്യത്തിൽ വിളിച്ചു, പാർവതി. അവൻ്റെ ദേഷ്യത്തോടുള്ള വിളി ആ വീട്ടിൽ അതുപോലെ തന്നെ എല്ലാ ദിക്കിലും മുഴങ്ങി കേട്ടു. ഒപ്പം പാറു ഭയത്തോടെ തന്നെ അങ്ങനെ നിന്നു. പാറു അവൻ വിളിച്ചിട്ടും പേടിയോടെ നിൽക്കുന്നത് കണ്ടതും ജെനി പറഞ്ഞു, മര്യാദയ്ക്ക് ചെല്ല്, ഇല്ലെങ്കിൽ ഇവിടെ വന്ന് മറ്റുള്ളവരുടെ ദേഷ്യത്തിൽ നിനക്ക് തന്നെ ആവും തരുക തല്ല്. അത് കേട്ടതും പാറും എല്ലാം അങ്ങോട്ടേക്ക് ചെന്നു. ഈ സമയം പാറു എന്ന ഉച്ചത്തിൽ കാശി അവിടെ നിന്ന് വിളിക്കുന്നത് കണ്ടതും വൈക പറഞ്ഞു, എന്താ കാശി, ഞാനിടപ്പോൾ അവളെ വിളിക്കുന്നത്? ഇനി മുതൽ നിന്റെ ആവശ്യങ്ങൾ അവളല്ല ഞാനാവും ഇവിടെ ഉണ്ടാവുക. ഈ സമയം പാർവതി അവിടേക്ക് വന്നു. അവളെ കണ്ടതും കാശി അവളെ നോക്കി ചോദിച്ചു, നമ്മുടെ ബെഡ്റൂമിൽ ഇവൾക്ക് എന്താ കാര്യം? അത് പിന്നെ ഞാൻ പറഞ്ഞതാ, ഇവൾ കേൾക്കാതെ ഇങ്ങോട്ട് വന്നത്. കേട്ടില്ലെങ്കിൽ കേൾപ്പിക്കാൻ അറിയില്ല നിനക്ക്? അവൾ മൗനമായി. അറിയില്ലെങ്കിൽ അങ്ങനെയുള്ളതേ ഇവിടെ എന്നെ നോക്കി പഠിച്ചോ. ഇനി ഇതുപോലെ നീ പറയണം കേട്ടില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മളോട് പെരുമാറാനുള്ളത്. ഇല്ലെന്നാണെങ്കിൽ തിരിച്ച് നിനക്കാവും ഇതുപോലെ കിട്ടുക എൻ്റെ കൈ കൊണ്ട്, മനസ്സിലായോ? കാശി അത് ചോദിക്കുമ്പോൾ അവൾ അതേന്ന് തലയാട്ടി. അത്രയും പനി കാശി വായിക്കുന്നതിനെ തിരിഞ്ഞു. ഒപ്പം അവളുടെ കാരണം താഞ്ഞടിച്ചു. നിനക്ക് വന്നും ഉണ്ടാക്കാനുള്ളതല്ല ഞങ്ങളുടെ ബെഡ്റൂം. അതുകൊണ്ട് നീയായി വന്ന പോലെ നീയായി പോകണ നിമിഷം ഇല്ല. കാരണം ഞാൻ താമസിക്കാൻ ഇവിടെ ഈ റൂമിലാ. കോടതി വിധി മറന്നു കാശി നീ? കോടതി വിധി കുഞ്ഞിക്കൊപ്പം ഇവിടെ എൻ്റെ റൂമിൽ കഴിയാനല്ല, അവളെ കാണാനും മറ്റു കുറച്ച് ദിവസം ഈ വീട്ടിൽ ഒരു താമസ സൗകര്യം അതും ഈ അതിഥികൾക്ക് നൽകിയല്ലേ. അതുപോലെ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകില്ല, ഉറപ്പാണോ? അതെ. വൈക പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ അവളുടെ അടുത്ത കാരണം തകർത്തുകൊണ്ട് കാശിയുടെ അടി അവളുടെ കാരണത്ത് പതിഞ്ഞു. ഒപ്പം അവളുടെ മുടിക്കുത്തി പിടിച്ച് റൂമിന്റെ പുറത്തേക്ക് തള്ളി. അവൾ നിലത്തായി ചെന്നു. രണ്ടു കരങ്ങളും കുത്തി വീണു. എന്നാൽ കാശി അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള സമയം പോലും കൊടുക്കാതെ അവിടേക്ക് ചെന്നുകൊണ്ട് ആ നിലത്ത് കിടക്കുന്നവളെ മുടിക്ക് കുത്തിപ്പിടിച്ച് സ്റ്റെപ്പിലൂടെ താഴേക്ക് വലിച്ചീപ്പിച്ചു. ഈ സമയം അവൾ അവന്റെ കരങ്ങൾ കിടന്ന് ദേഷ്യത്തിൽ തന്നെ വിടാൻ പറഞ്ഞുകൊണ്ടിരുന്നു. കാശി മുന്നിൽ ഹാളിലെത്തിയതും അവളുടെ മുടിയിലെ പിടിവിട്ടു.
ഈ സമയം രേണുവും സ്റ്റെല്ലലും മലനും ജെനിയും അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇതുപോലൊന്ന് പ്രതീക്ഷ കൊണ്ട് തന്നെ അവരെല്ലാം മൗനമായി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പാറു കാശിയുടെ ഒരു സൈഡിൽ തന്നെ കുറച്ച് പേടിയോടെ നിന്നു. ഈ സമയം വൈകി നിലത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവന്റെ നേരെ കരങ്ങൾ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നീ കാണിക്കുന്നത് അത് നിന്റെ നാശത്തിനാ കാശി. എന്റെ വീട്ടിൽ വന്ന് എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നോടി. മോളെ, അത്രയും പറഞ്ഞ അവൾ ചൂണ്ടിയ കരങ്ങൾ അവൻ പിടിച്ചോടിച്ചു. അവൾ വേദന കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പോയിരുന്നു. കാശി അവളുടെ കഴുത്തിനെ പിടിച്ച് നിലത്തേക്ക് തള്ളിയിട്ടു. ഒപ്പം അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ വാങ്ങി നിലത്ത് ചവിട്ടി പൊട്ടിച്ചു. ഇത് നിന്റെ നാശത്തിനാ, അവൾ കുഴഞ്ഞ ശബ്ദത്തോടെ കണ്ണിൽ ഉഗ്രദേശം നിറച്ചുകൊണ്ട് പറഞ്ഞു. ആരുടെ നാശമാണ് നീ അങ്ങോട്ട് കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ. അത്രയും പറഞ്ഞ് അവൻ കാർത്തിയെ വിളിച്ചു. കാർത്തി! അവന്റെ വിളിയിൽ കാർത്തി കാശിയുടെ മുമ്പിൽ പറന്നു വന്നിരുന്നു. ഇല്ലെങ്കിൽ ഇപ്പോഴുള്ള കാശിയുടെ ദേശത്തിൽ അവനും കിട്ടിയെന്ന് വന്നേക്കാം. കാശി കാർത്തിയെ നോക്കി പറഞ്ഞു, പുറത്ത് സർവന് താമസിക്കാൻ ഇട്ടിരുന്ന ആ റൂമില്ലേ, അതില്ലേ, അവൾക്ക് കാണിച്ചു കൊടുത്തേക്കും. ഒപ്പം അവളുടെ ബാഗും എല്ലാം സാധനങ്ങളും അവിടേക്ക് കൊണ്ടിട്ടേക്കും. ഇന്നു മുതൽ അവളുടെ വാസം അവിടെയാണ്. അതിനവിടെ ആരും താമസിക്കില്ലാത്തത് കൊണ്ട് പഴയ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് പൂട്ടിയിട്ടേക്കുവാ. ഏട്ടാ, താമസത്തിന് യോഗ്യാണെന്ന് അറിയില്ല. നിന്റെ അമ്മായിയുടെ മോള് വല്ലതാണോ ഇവള്? താമസയോഗ്യതൊക്കെ അളന്ന് തിട്ടിപ്പെടുത്തി ഇവളെ കയറ്റി പൊറപ്പിക്കാൻ. കാശി ദേഷ്യത്തിൽ കാർത്തിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അത്രയും പറഞ്ഞു. അല്ലെന്ന് തലയാട്ടി. അവിടെ എങ്ങനെ കിടക്കുന്നു അതുപോലെ തന്നെ അവൾക്ക് കൊടുത്തേക്കും. അവൾക്ക് അവിടെ താമസിക്കണമെങ്കിൽ അവൾ തന്നെ വൃത്തിയാക്കി അവിടെ താമസിക്കണം. ഇല്ലെങ്കിൽ വന്ന പോലെ പോകാം. ഞാനിവിടെ എൻ്റെ കുഞ്ഞിക്കൊപ്പം താമസിക്കാൻ വന്നത്. ഒരു മുരൾച്ചയോടെ വൈക അത് പറഞ്ഞതും നിലത്ത് കിടത്തിക്കൊണ്ട് അടുത്ത് പാഞ്ഞു ചെന്ന് അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നീ നിന്റെ പുഴുത്ത നാവ് കൊണ്ട് എൻ്റെ കുഞ്ഞി, നിന്റെ മകളെന്ന് പറഞ്ഞ ആ നാവ് ഇവിടെ വെച്ചാൽ തന്നെ അരിഞ്ഞു വീഴ്ത്തു ഞാൻ. എൻ്റെ കുഞ്ഞിക്ക് അമ്മയുണ്ട്, പക്ഷെ അത് നീയല്ല. ദേ ഈ നിൽക്കുന്നതിൻ്റെ ഭാര്യ പാർവതിയാണ്. അല്ലാതെ കണ്ടം മൾക്ക് തീർത്തെഴുതി നൽകിയിട്ടില്ല ഞാൻ എൻ്റെ മോളുടെ അമ്മ എന്ന അവകാശം. കാശി അത് പാർവിനെ ചൂണ്ടി പറയുമ്പോൾ അവൾക്കുള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം നുരഞ്ഞു പൊന്തി. എന്നാൽ വൈക പാർവതിയെ കൊല്ലാനുള്ള ദേഷ്യവും. കാശി വീണ്ടും അവളെ നോക്കി തുടർന്നു. കോടതി വിധി, കുഞ്ഞെ കാണാൻ ഇവിടുത്തെ വെറും ഒരു അതിഥിയുടെ വേഷമാണ് നിനക്ക്. എന്നാൽ നിന്നെപ്പോൾ അതിഥികളെ ഞങ്ങൾ ഈ രീതിയിലല്ല സൽക്കരിക്കാം. പറ്റില്ലെങ്കിൽ വൈക മോള് നീ തീർന്നെന്ന് കരുതിക്കോ. അത്രയും പറഞ്ഞ അലൻ നോക്കി പറഞ്ഞു. അലൻ, ഇവളെ കാർത്തികം വലിച്ചെടുത്ത് അവിടെ കൊണ്ട് ഇട്ടേക്കും. ആ നിമിഷം തന്നെ അലൻ വന്ന് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ നേരം അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് കാർത്തിയും പിന്നാലെ നടന്നു.